മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലുണ്ടായ ബഹളങ്ങളും കോലാഹലങ്ങളും ഹൈക്കമാൻഡ് തീരുമാനത്തെ ബാധിക്കില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പറഞ്ഞു. MLAമാരുടെ തീരുമാനം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാന ഘടകമാണെന്നും KP ശ്രീകുമാർ വ്യക്തമാക്കി. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പതിവ് കോൺഗ്രസിനില്ല. ജയിച്ചു വരുന്ന MLAമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും MLAമാരുടെ എണ്ണത്തിന് വലിയ പരിഗണന കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ MLAമാർ അല്ലെ നേതാക്കന്മാർ അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങളും അവരുടെ പരിചയ സമ്പത്തും അവരുടെ സീനിയോറിറ്റിയും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ BJPയുടെ ഒരു വലിയ കടന്നുകയറ്റത്തിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ കരുത്തനായ ദക്ഷിണേന്ത്യയിലെ ഈ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തീർച്ചയായും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കടന്നു വരണമെന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ പ്രോസസ്സ് ഹൈക്കമാൻഡ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ കടക്കുകയാണ്. ഇന്നോ നാളെയോ അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബഹളങ്ങളിലും കോലാഹലങ്ങളിലൊന്നും വലിയ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള പല ചർച്ചകളും ഉണ്ടായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് മത്സരിച്ച ഒരു സീറ്റിൽ പോലും UDF മത്സരിച്ച ഒരു സീറ്റിൽ പോലും ട്രിബിൾ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എന്നാൽ CPMൽ നിന്നും 7ഓളം പേർ ആ പാർട്ടി വിട്ട് പുറത്തു വന്ന് CPMനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും മത്സരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണപ്പെടുന്ന ചർച്ചകളിലോ ബഹളങ്ങളിലോ ഒന്നും ഒരു പ്രസക്തി ഞങ്ങൾ കാണുന്നില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന ബഹളങ്ങളിൽ പ്രസക്തിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ. ഇപ്പോൾ ഉണ്ടായ ബഹളങ്ങളിലും കോലാഹലങ്ങളിലും തങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും KP ശ്രീകുമാർ പറഞ്ഞു. ജയിച്ചു വരുന്ന MLAമാരുടെ അഭിപ്രായമാണ് മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നത്. അതിൽ MLAമാരുടെ ഭൂരിപക്ഷമാണ് തീരുമാനിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഫാസിസ്റ്റ് കടന്നുകയറ്റം തടയാൻ ശേഷിയുള്ളയാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയ സംഭവം അങ്ങേയറ്റം വേദനാജനകമാണ്. അവരെ കോൺഗ്രസ്സുകാരായി കാണാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നത് ലോക്ക് ചെയ്ത പ്രൊഫൈലുകളാണ്. സോഷ്യൽ മീഡിയ അഭിപ്രായം പാർട്ടി തീരുമാനത്തെ ബാധിക്കില്ലെന്നും KP ശ്രീകുമാർ പറഞ്ഞു.